ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. സമയം 5 മണി ആവണേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമ്മുടെ അനുക്കുട്ടിയുടെ പിറന്നാളാണ്. ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല, കുളിച്ച് ചോറൊക്കെ വയ്ക്കണം. അപ്പോൾ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഹായ്, അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കൊക്കെ വെച്ചിട്ട് കിച്ചണിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എന്താ ഓർമ്മ വരിക? അവിയലാണ്. നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഞാൻ തലേദിവസം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതൊരു അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മുളക് പൊടി ഇടാം. ഇങ്ങനെ നമ്മൾ അവിയൽ കഷ്ണമൊക്കെ അടുപ്പത്ത് അടച്ച് വെച്ച് വേവിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അവിയൽ കഷ്ണം അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് ഞാൻ പോയി പാല് ഒഴിച്ചിട്ട് വന്നു കേട്ടോ. ഇനി നമുക്ക് അവിയലിലേക്കുള്ള അരപ്പൊക്കെ ശരിയാക്കിയാലോ. അപ്പം നമ്മുടെ അവിയലിലേക്ക് അരയ്ക്കാനുള്ള തേങ്ങയാണ് കേട്ടോ അത്. ഇത്രയും തേങ്ങയുടെ ആവശ്യം നമുക്കില്ല. അപ്പം നമുക്ക് കുറച്ച് സാമ്പാറിലേക്കും വേറെ ഒരു കറിക്കും കൂടിയിട്ടുള്ളതാണ്. അവിയലിലേക്കുള്ളത് നമുക്ക് മാറ്റിയെടുക്കാം. മതി. അവിയലിലേക്ക് കുറച്ച് പച്ചമുളക് ഇടാം, കുറച്ച് ജീരകം. പച്ചമുളകിന് തീരെ എരിവില്ല കേട്ടോ, അത് കാരണം നാളെന്നൊക്കെ എടുത്തിരിക്കുന്നത്. തൈര് നമ്മൾ നേരത്തെ ഒഴിച്ച് അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. പെട്ടെന്ന് അത് ഒഴിച്ച് കഴിഞ്ഞു. നല്ല പുളിയുള്ള തൈരായിരുന്നു, അവിടെ കുറച്ച് ഒഴിച്ചുള്ളൂ. ഇനി കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി ചതച്ചെടുത്തിട്ട് അവിയലിലേക്ക് ഇടാം. അങ്ങനെ നമ്മൾ അവിയലിലേക്കുള്ള തേങ്ങയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് അവിയലിലേക്ക് ഇടാം. സോറി, ഞാൻ നേരത്തെ അത് അവിയലിലേക്ക് ഇടാം എന്നാണ് പറഞ്ഞത്. അവിയലിലേക്കല്ല, കഷ്ണത്തിലേക്ക് ഇടാം. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. തേങ്ങയൊക്കെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കരിവേപ്പിൻ്റെ ഇല ഇടുക. നല്ല അടിപൊളി അവിയലായി. അങ്ങനെ നമ്മുടെ അവിയലൊക്കെ ആയി കേട്ടോ. ഞാൻ അരി ഇട്ടുണ്ടായിരുന്നില്ല, അരി ഇട്ടു. പിന്നെ ഇപ്പോൾ ദോശ ഉണ്ടാക്കുകയാണ്. ഒരിടപ്പത്ത് ചായ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ചായ ആവാതെ അവരെ വിളിച്ചാൽ ശരിയാവില്ല, പിള്ളേരെ വിളിച്ചാൽ ശരിയാവില്ല. പിള്ളേർ നീച്ചിട്ടില്ല. ദോശ ഉണ്ടാക്കി ചായയൊക്കെ അടുപ്പത്ത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ അപ്പോഴുള്ള പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം അപ്പോഴും വിളിക്കാൻ. അല്ലെങ്കിൽ അപ്പോഴും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പായസം ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ടല്ല, സ്കൂളുള്ളതുകൊണ്ട് പായസം ഉണ്ടാക്കണില്ല. അപ്പോൾ എന്തായാലും രാവിലെ ഒരു പായസം ഒന്നും കഴിക്കില്ല. ചോറും ഇട്ടിട്ട് വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. ദോശയൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ വിളക്കത്തൊക്കെ വിളമ്പിയിട്ട് ചോറ് കൊടുത്തിട്ട് വിടാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും പായസം ഒന്നും ഉണ്ടാക്കി രാവിലെ എന്തായാലും അവർ ഇത് കഴിക്കില്ല. പിന്നെ വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. വൈകുന്നേരത്താണെങ്കിൽ കേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പായസം ഉണ്ടാക്കി അപ്പോഴും ചിലവാവില്ല. അപ്പോൾ എന്തായാലും പായസമൊന്നുമില്ല. ബാക്കി കുറച്ച് സദ്യയല്ല, കുറച്ച് 1-2 വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കൊടുത്തിട്ട് വേണം രാവിലെ പറഞ്ഞു വിടാൻ. നമ്മുടെ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ, കുറച്ച് ഷോർട്ട് വീഡിയോസ്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാണ്ട്, കുറേ കാര്യങ്ങൾ നമ്മുടെ നാടിനെ പറ്റിയിട്ടും പിന്നെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നല്ല നല്ല കമൻസൊക്കെ ഇടുക. നല്ല കമൻസ് അല്ല, നിങ്ങൾക്ക് എന്താണോ ഈ വീഡിയോ കണ്ടിട്ട് തോന്നുന്നത് അങ്ങനെയുള്ള കമൻസുകളൊക്കെ ഇടുക. അപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എനിക്കതൊക്കെ നോക്കാമല്ലോ. ഒന്നല്ല എന്നുണ്ടെങ്കിൽ നല്ലതല്ല എന്ന് തന്നെ ഇട്ടോളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ഗേളിനെ വിളിക്കാൻ പോകാം കേട്ടോ. നല്ല ഉറക്കാണ്. അനുകുട്ടി നീറ്റു കേട്ടോ. അയ്യോ, അനുകുട്ടിക്ക് പിന്നെ ഉറക്കം വരിക. അയ്യോ, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാ. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പോയി കുളിക്കേ, എന്നിട്ട് ചായ കുടിക്കുക. അമ്പലത്തിൽ പോകണ്ടേ? നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന മ്യൂസിക് ഇവിടുത്തെ അമ്പലത്തെയാണ് കേട്ടോ. അവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഉന്നത്തൂർ ഭഗവതി ക്ഷേത്രമുണ്ട്, ദേവീക്ഷേത്രമാണ്. അവിടെ വനദുർഗയാണ് പ്രതിഷ്ഠ. പിന്നെ ഭദ്രകാളി ഉണ്ട്, പിന്നെ ഗണപതി, നാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകണ്ടേ?
എനിക്ക് ഇവിടെ അപ്പടൂ 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 നല്ല ഉറക്കാണ് കേട്ടോ. അപ്പടൂ എന്തുറക്കാതെ അപ്പടക്കുട്ടി അപ്പടക്കുട്ടി അവിടെ നോക്കോട്ടെ. അയ്യോടോ ചേച്ചിയും കുട്ടിയും കൂടി എങ്ങനെ സുഖമായിട്ട് കിടക്കണ്ട. എനിക്ക് എവിടുന്ന് പൊന്നപ്പ പൊന്നപ്പ നീ ചേച്ചിയുടെ ബർത്ത്ഡേ ചേച്ചിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ. ഹാപ്പി ബർത്ത്ഡേ പറ. എന്നെ പറയാ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ പറ. ഇപ്പോഴുള്ള ഈ സ്നേഹമൊന്നും നോക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ഭയങ്കര തല്ലാണ് അല്ലേ? ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോ നീറ്റു നല്ല ഉച്ച മടിയാ. അപ്പോൾ ഇനി പല്ലൊക്കെ തേച്ച് വായൊക്കെ കഴുകി പാല് കുടിക്കാൻ പോവാണ് അല്ലേ? പാല് കുടിച്ചത് കണ്ണാ 5:30 എണീറ്റതാണ് കേട്ടോ. എന്നിട്ട് കണ്ണൻ പിന്നെ പല്ലേക്കാൻ നോക്കിയപ്പോൾ ഞാൻ നേരം വിളിച്ചിട്ടില്ലടാ പോയി കിടന്നോ പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് കിടന്നു സോഫയിൽ. ഇനി നീക്കൂലേ നീ? നീച്ചോ നീച്ചോ പാ. പിന്നെ പാ കണ്ണേട്ടനോട് നീക്കാൻ പറ. കണ്ണേട്ടാ വിളിച്ചാ കണ്ണേട്ടനെ വിളിക്കേ വിളിച്ചടാ. അപ്പടൂന് ഒരു ഉഷാറ് വന്നിട്ടില്ല. ഇനി അപ്പടൂന് പാലൊക്കെ കുടിച്ചാലേ ഉഷാറ് വരുള്ളൂ അല്ലേ? അപ്പടോ കണ്ണാ നീക്കേ.